മറീന മൈക്കിൾ ആൻഡ് പേളിയുമാണ് ഇഷ്യൂ. അധികമാരും ശ്രദ്ധിക്കാതെ പോയൊരു സാധനമാണ്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു, ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു. 2 തവണ 3 തവണ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം, അറിയാലോ, കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മൾ അതിൽ ഗസ്റ്റ് ആണല്ലോ. അതെ. പുള്ളി വിളിച്ചു, ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ചേഞ്ച് ആയി. ഓക്കെ. അപ്പോൾ വേറൊരു ആങ്കർ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്ന്. ലൈക്ക് അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവില്ല. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പുള്ളിക്കാർക്ക് താല്പര്യമില്ല. അപ്പൊ പുള്ളിക്കാരി ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. വി കൈൻഡ് ഓഫ് ലുക്ക് സിമിലർ. പുള്ളിക്കാരി ഇപ്പൊ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണം. ആളാരാണെന്ന് പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ ഒരുപോലൊക്കെയാണ് കാണാൻ. ഓക്കെ, ഇപ്പൊ മോട്ടിവേഷൻ ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന എല്ലാവരും ആദ്യം മൈൻഡിലോട്ട് ഓടി വരുന്ന പേര് പേളി മാണിയുടേതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പേളിയുടെ വിക്കിപീഡിയ നോക്കിയ സമയത്ത് ആങ്കറായിട്ട് 2017 ടമാർ പടാർ എന്ന് പറയുന്ന ഷോയിലാണ് പുള്ളിക്കാരത്ത് നിന്നിരുന്നത്. എന്നിട്ട് അതിന്റെ താഴെ നോട്ടിനകത്ത് പറയുന്നുണ്ട് റീപ്ലേസ് ബൈ ലക്ഷ്മി നക്ഷത്ര എന്നും പറയുന്നുണ്ട്. കംപ്ലീറ്റ് ഇമേജ് പോയി. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അന്നേരം ആദ്യം പേളിമാണി ആയിരുന്നു ആ ഒരു ഷോയിൽ ആങ്കർ, പിന്നാണ് ലക്ഷ്മി നക്ഷത്ര ആ ഒരു ഷോയിലോട്ട് വരുന്നത്. സോ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇങ്ങനത്തെ ഒരു ഡോൾബി ആണെന്ന് തോന്നുകയില്ല. എന്തൊരു നല്ല മുഖം. ആ മുഖവും ആരെയും സംസാരിച്ച് വീഴ്ത്താറുള്ള ആ നാക്കുമാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. എന്താ നമ്മുടെ പേളി അങ്ങനാണോ ഇങ്ങനാണോ എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർ ചോദിക്കാം. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ റിയലായിട്ട് കാണുന്നതൊന്നും ശരിയല്ല. മനസ്സിലായ? നമ്മുടെ മുന്നിൽ ഇപ്പൊ ചിരിച്ചും കളിച്ചും ഒക്കെ ഭയങ്കര വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.